أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد خلقنا الإنسان من سلالة من طين ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1104 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 12 മുതൽ 16 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. صدق الله العلي العظيم. സൂറത്തുൽ മുഅ്മിനൂനിലെ 12 മുതൽ 16 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ ആയത്തുകളിൽ അല്ലാഹു മനുഷ്യ സൃഷ്ടിപ്പിനെ പരാമർശിച്ചുകൊണ്ടാണ് ശ്രദ്ധേയമായ പല കാര്യങ്ങളും പങ്കുവെക്കുന്നത്. സൂറത്തുൽ മുഅ്മിനൂന്റെ ആദ്യത്തെ 11 ആയത്തുകൾ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായി. സത്യവിശ്വാസികൾ വിജയം വരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് തുടങ്ങുന്നത്. എന്നിട്ട് വിജയം വരിക്കുന്ന സത്യവിശ്വാസികളുടെ സവിശേഷതകൾ ഉയർത്തി കാണിക്കുകയായിരുന്നു തുടർന്നുള്ള ഏതാനും ആയത്തുകളിലായിട്ട്. അവരാണ് ഫിർദൗസിന്റെ അനന്തരാവകാശികളാകാൻ പോകുന്നത്. അവരവിടെ നിത്യമായി വസിക്കുന്നവരുമാണ് എന്നാണ് ആ ഭാഗത്ത് പറഞ്ഞു വെച്ചത്. അതിന്റെ തുടർച്ചയായിട്ട് അല്ലാഹു സ്വദേശപരമായ ഒരു ദൈവിക നടപടിയായിരുന്നു മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്നത് ബോധ്യപ്പെടുത്തുന്ന ചില സംഗതികളാണ് തെളിവ് സഹിതം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. കേവലം യാദൃച്ഛികതയായിരുന്നില്ല മനുഷ്യന്റെ സൃഷ്ടിപ്പ്, അല്ലെങ്കിൽ മനുഷ്യന് ഉണ്മയുണ്ടായത്. അത് ഒരു യാദൃച്ഛിക കാര്യമോ ഒരു ആകസ്മികമായി സംഭവിച്ചു പോയതോ ആയിരുന്നില്ല എന്നത് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പറയുന്നത്. വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കപ്പെട്ട
ഒരു കാര്യമാണ് മനുഷ്യൻ എന്ന സ്പീഷീസിന്റെ സൃഷ്ടിപ്പ്. അള്ളാഹു അതിൽ കൃത്യമായ ചില പദ്ധതികള്, ചില ക്രമങ്ങള് പിന്തുടർന്നുകൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് എന്നത് ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് ഇവിടെ. നമുക്ക് ആയത്തുകൾ ആദ്യം ഒന്ന് അതിന്റെ ആശയം മനസ്സിലാക്കിയിട്ട് അതിന്റെ ചർച്ചയിലേക്ക് വരാം. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. നിശ്ചയമായിട്ടും മനുഷ്യനെ, ഇൻസാനിനെ നാം സൃഷ്ടിക്കുകയുണ്ടായത് മണ്ണിന്റെ സത്തിൽ നിന്നാണ്. തീൻ എന്നത് സാധാരണ കളിമണ്ണ് എന്ന് പറയാറുള്ള ഒരു പദമാണ്. അതിന്റെ സുലാലത്തിൽ നിന്നാണ്, അതിന്റെ സത്തിൽ നിന്നാണ്, അതിന്റെ എസൻസിൽ നിന്നാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. സുമ്മ ജഅൽനാഹു നുത്ഫത്തൻ. പിന്നെ അതിനെ നാം ഒരു രേതസ്കണമാക്കി, ഒരു ശുക്ല കണമാക്കി അതിനെ ഈ ഖറാറിൻ മക്കീൻ, സുരക്ഷിതമായ ഒരിടത്ത് സ്ഥാപിതമായ ഒരു നുത്ഫത്താക്കി നാം അതിനെ മാറ്റി. ഉമ്മ ഖലഖ്നൻ നുത്ഫത അലഖതൻ. പിന്നെ ആ നുത്ഫത്തിനെ, ആ രേതസ് കണത്തിനെ നാം അലഖത്താക്കി മാറ്റി. പരമ്പരാഗതമായിട്ട് രക്തപിണ്ഡം എന്ന് അർത്ഥം നൽകാറുള്ള ഒരു വാക്കാണ്. അലഖത്ത് എന്ന വാക്കിന് ഭാഷാപരമായിട്ട് അങ്ങനെ ഒരു അർത്ഥമൊന്നുമില്ല. പഴയകാലത്ത് മനുഷ്യരങ്ങനെ സങ്കല്പിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു ഏകദേശ അർത്ഥം നൽകിയതാണ്. ഭാഷാപരമായിട്ട് അത് ഒട്ടിപ്പിടിച്ച് തൂങ്ങിക്കിടക്കുന്ന ഒരു വസ്തു എന്ന അർത്ഥമാണ് അതിനുള്ളത്. അങ്ങനെ ഗർഭപാത്ര ഭിത്തിയില് തൂങ്ങിക്കിടക്കുന്ന ഒരു ഫെർട്ടിലൈസ്ഡ് എഗ് ആയിട്ട് അതിനെ നാം പരിവർത്തിപ്പിച്ചു. പിന്നീട് ഫഖലഖ്നൽ അലഖത മുൽഗത്തൻ. അതിനെ ഒരു മാംസപിണ്ഡമാക്കി നാം പരിവർത്തിപ്പിച്ചു. അതിനെ തുറന്നു മുൽഗത്താക്കി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കോശം മാത്രമായി ഉണ്ടായിരുന്നതിനെ അത് പെരുകി വന്ന് ധാരാളം കോശങ്ങളുള്ള ഒരു മുൽഗത്തായിട്ട് അതിനെ പരിവർത്തിപ്പിച്ചു. ഫഖലഖ്നൽ മുൽഗത ഇളാമ. എന്നിട്ട് ആ മുൽഗത്തിനെ നാം അസ്ഥികളായിട്ട് പരിവർത്തിപ്പിച്ചു. ഫകസവ്നൽ ഇളാമ ലഹ്മ. എന്നിട്ട് പിന്നെ ആ അസ്ഥികളെ മാംസം കൊണ്ട് നാം ആവരണം ചെയ്തു, പൊതിഞ്ഞു. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ. അതിനെ തുടർന്ന് നാം അവനെ തീർത്തും വ്യത്യസ്തമായ ഒരു സൃഷ്ടിപ്പാക്കി മാറ്റിയെടുത്തു. തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഏറ്റവും വികൃഷ്ടനായ സൃഷ്ടാവായ അള്ളാഹു അനുഗ്രഹപൂരിതനായിരിക്കുന്നു എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. അള്ളാഹു സ്വയം അനുഗ്രഹപൂരിതനായിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മഹത്വം ആരും ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ പോലും അവൻ മഹത്വമുടയവനും അനുഗ്രഹമുടയവനും ഒക്കെയാണ് എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. സുമ്മ ഇന്നക്കും ബഅദ ലമയ്യിത്തൂൻ. അങ്ങനെ തീർത്തും വ്യത്യസ്തമായ വ്യക്തിത്വമുള്ള, അസ്തിത്വമുള്ള, സ്വത്വമുള്ള ഒരു സൃഷ്ടിപ്പായി മാറിയതിനു ശേഷം പിന്നെ നിങ്ങൾ സുമ്മ ഇന്നക്കും ബഅദ അതിനൊക്കെ ശേഷം നിങ്ങൾ ലമയ്യിത്തൂൻ, മരിച്ചവരായി മാറുന്നു, അല്ലെങ്കിൽ മൃതാവസ്ഥയിലേക്ക് മാറുന്നു. സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങളൊക്കെയും തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. മനുഷ്യന്റെ ഒരു സൈക്കിൾ അതിന്റെ പൂർണ്ണതയോടുകൂടി വിവരിക്കപ്പെടുകയാണ് ഇവിടെ. മനുഷ്യന്റെ ഏറ്റവും ആദിമമായ തുടക്കം, അതിനെ തുടർന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ,
അവസാനം വീണ്ടും ആ സൈക്കിൾ കംപ്ലീറ്റ് ആയി അടുത്ത സൈക്കിളിന്റെ തുടക്കം എന്നുള്ള നിലക്ക് മനുഷ്യന്റെ പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ഘട്ടം. ഈ ഘട്ടം വരെയുള്ള കാര്യങ്ങൾ വളരെ സംക്ഷിപ്തമായി ഏതാനും വാക്കുകളിലായിട്ട് അല്ലാഹു ഇവിടെ വിവരിക്കുകയാണ്. ഈ വിധത്തില് പിറവിയെടുത്ത് ഈ സൈക്കിളിലൂടെ, ഈ സംക്രമണ പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന മനുഷ്യനാണ് മുകളിൽ പരാമർശിക്കുന്ന വിജയം വരിക്കുന്ന സത്യവിശ്വാസിയായി മാറുന്നത്. എല്ലാവരുടെയും കാര്യത്തിൽ ഈ സൈക്കിള്, ഈ പ്രക്രിയ അത് കൃത്യമായിട്ട് പിന്തുടരപ്പെടുന്നുണ്ട്. എല്ലാവരുടെയും ഉത്ഭവം ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ അവരാണ് വലിയ ഉത്തരവാദിത്വ ബോധം കാണിച്ചുകൊണ്ട് തങ്ങളുടെ സ്രഷ്ടാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്രഷ്ടാവിന്റെ മാർഗദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിത വിജയം കൈവരിക്കുന്നവരായി മാറുന്നത് മുകളിൽ സൂചിപ്പിച്ച വിധത്തിൽ. പക്ഷെ ഇവരൊക്കെയും തന്നെ ഈ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. മണ്ണിന്റെ സത്തയിൽ നിന്നാണ് തീർച്ചയായിട്ടും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് അല്ലാഹുവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. മനുഷ്യന്റെ ശരീരം മണ്ണിലുള്ള രാസപദാർത്ഥങ്ങളല്ലാത്ത യാതൊന്നും അതിലില്ല. പൂർണ്ണമായും മണ്ണിൽ ലയിച്ചു ചേരുന്ന വിധത്തിലുള്ള രാസ ഘടകങ്ങൾ മാത്രമേ മനുഷ്യ ശരീരത്തിലുള്ളൂ. മണ്ണിൽ നിന്നാണ് അവന്റെ ഉത്ഭവം എന്ന് പറയുന്നതിന്റെ, മണ്ണിന്റെ സത്തയിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയുന്നതിന്റെ വളരെ തെളിമയോടുകൂടി അതിനെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ മണ്ണിലുള്ള മൂലകങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന വിവിധ ഘടകങ്ങളിൽ നിന്നാണ് മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അഭൗമമായ യാതൊന്നും തന്നെ മനുഷ്യന്റെ അസ്തിത്വത്തിലില്ല. മനുഷ്യ ശരീരത്തിന്റെ എല്ലാ തലത്തിലും അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് വിലയിരുത്തി കഴിഞ്ഞാൽ മണ്ണിലുള്ളതല്ലാത്ത യാതൊന്നും അവനിലില്ല എന്നത് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതിന് വലിയ ഗവേഷണങ്ങളൊന്നും ആവശ്യമില്ല. വെറുതെ ബാഹ്യമായ നിരീക്ഷണം കൊണ്ട് തന്നെ നമുക്ക് ആ സൈക്കിളിന്റെ കംപ്ലീഷൻ എത്തുന്നത് നോക്കി കണ്ടാല് അത് മനസ്സിലാവുകയും ചെയ്യും. മരിച്ച ആളുകൾ മണ്ണിൽ അലിയുകയാണ് ചെയ്യുന്നത്. ഏതോ വിധത്തിൽ സംസ്കരിക്കപ്പെടുന്നു. ശരീരം ചീഞ്ഞളിഞ്ഞ് ഈ പ്രകൃതിയിൽ ലയിച്ചു ചേരുന്നു. പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ഭാഗമായിട്ട് അത് അതിലഴുകി ചേർന്ന് പിന്നീട് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തില് ഒരു വ്യത്യസ്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്ന, ഒരു സ്വത്വം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു എന്നത് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ മണ്ണിന്റെ ഭാഗമായിട്ട് പിന്നിട്ട തലമുറകളൊക്കെ മാറിയിട്ടുണ്ട്. നമ്മളത് കാണുന്നുണ്ട്. കാലം എടുത്തുകൊണ്ടാണെങ്കിൽ പോലും മനുഷ്യന്റെ അസ്ഥികൂടങ്ങളും അങ്ങനെ അതിന്റെ ഭാഗമായി ലയിച്ച് ചേരാൻ സാധ്യതയുണ്ട്. അങ്ങനെ മണ്ണിന്റെ ഭാഗമായി മാറുന്നതല്ലാത്ത യാതൊന്നും മനുഷ്യന്റെ അസ്തിത്വത്തിലില്ല. അത് തന്നെ ധാരാളം മതിയായ തെളിവാണ് മണ്ണിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന വസ്തുതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കാര്യമാണത്. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. നിശ്ചയമായിട്ടും മണ്ണിന്റെ സത്തയിൽ നിന്ന്. സുലാലത്ത് എന്ന് ഖുർആൻ ഉപയോഗിക്കുന്നത്, ഖുർആൻ ശാസ്ത്രത്തിന്റെ സാങ്കേതിക ഭാഷയില് കാര്യങ്ങള് വിലയിരുത്തുന്ന, സംസാരിക്കുന്ന ഒരു ഗ്രന്ഥമല്ല എന്നതുകൊണ്ടായിരിക്കാം. സാങ്കേതിക ഭാഷയിൽ ഇതിന് വേറെ പല പദങ്ങളുമായിരിക്കും സ്യൂട്ടബിൾ ആവുക. പക്ഷെ ഏറ്റവും പൗരാണികമായ കാലത്തും
വളരെയേറെ ശാസ്ത്ര സാങ്കേതിക വളർച്ചയിൽ മുന്നേറ്റം നേടിയ നമ്മുടെ കാലഘട്ടത്തിലൊക്കെ ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഭാഷാപരമായ പ്രയോഗമാണ് തുലാലത്തും മിൻ തീൻ എന്ന് പറയുന്ന ഈ പ്രയോഗം. മണ്ണിന്റെ സത്ത, മണ്ണിൽ അടങ്ങിയിട്ടുള്ള എലിമെന്റ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ ആ എക്സ്പ്രഷന് വായിക്കാവുന്നതാണ്. അതിനപ്പുറത്തേക്കും ഒരുപക്ഷെ ചില സാധ്യതകളൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ടാകാം, നമുക്ക് ഇപ്പോ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത പലതും. ثم جعلناه نطفة في قرار مكين. പിന്നീട് നാം അവനെ ഒരു നുതുഫത്തായിട്ട്, ഒരു രേതസ് കണമായിട്ട്, ഒരു ശുക്ല കണമായിട്ട്, വളരെ സുരക്ഷിതമായിട്ട് ഒരിടത്തില് അവനെ നിക്ഷേപിക്കുകയാണ്. എന്ന് പറഞ്ഞ മനുഷ്യൻ ഏതൊന്നിൽ നിന്നാണോ ഉരുവം കൊള്ളുന്നത്, രൂപപ്പെടുന്നത്, ആ തന്തുവിനെ നാം ഏറ്റവും സുരക്ഷിതമായ ഒരിടത്ത് നിക്ഷേപിക്കുന്നു, സ്ഥാപിക്കുന്നു. അല്ലെങ്കിൽ ആ ആദ്യത്തെ കണിക അതിനെ നാം ഒരു രേതസ്കണമായിട്ട് പരിവർത്തിപ്പിക്കുന്നു. രണ്ടു നിലക്കും വായിക്കാവുന്ന ഒരു സാധ്യത അതിൽ അടങ്ങിയിട്ടുണ്ട്. ലുത്തുഫത്ത് എന്നത് പുരുഷന്റെ ശരീരാംശമായിട്ട് നിലകൊള്ളുന്ന ഒരവസ്ഥയെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറയാം. അത് ബീജസങ്കലനം നടന്ന് സുരക്ഷിതമായ വിധത്തിൽ ഗർഭപാത്രത്തില് നിക്ഷേപിക്കപ്പെട്ട ഒരു അവസ്ഥയെ പരാമർശിച്ചുകൊണ്ടും അത് മനസ്സിലാക്കാവുന്നതാണ്. രണ്ടിടത്തായാലും അതിനെ അള്ളാഹു സജ്ജീകരിച്ചിരിക്കുന്നത് വളരെ സുരക്ഷിതമായ, ബാഹ്യമായ കാര്യങ്ങൾക്ക്, ഫാക്ടേഴ്സിന് അതിനെ നശിപ്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ഭദ്രമായ ഒരിടത്താണ് അള്ളാഹു പുരുഷന്റെ ശരീരത്തിലാണെങ്കിലും സ്ത്രീയുടെ ശരീരത്തിലാണെങ്കിലും അതിനെ നിക്ഷേപിച്ചിരിക്കുന്നത്. ഖറാറും മക്കീനാണ്, വളരെ സുരക്ഷിതമായ ഒരിടം. അവിടെ ബാഹ്യമായ സംഭവ വികാസങ്ങള് അതിനെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള ആഘാതങ്ങൾ ഏൽപ്പിക്കുന്നില്ല. ഇല്ലാത്ത വിധത്തിൽ സുരക്ഷിതമായിട്ട് അള്ളാഹു നിശ്ചയിച്ച വിധത്തിലുള്ള ആഘാതങ്ങളൊക്കെ ഏൽക്കുകയും ചെയ്യും. അത് നമുക്ക് അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പൊതുവായി പറയുമ്പോൾ അത്തരം ഒരു കണിക പ്ലേസ് ചെയ്ത് സുരക്ഷിതമാണ് എന്ന് കരുതാവുന്ന ഏറ്റവും സേഫായ ഒരിടത്താണ്. റേഡിയേഷൻ ഒക്കെ ഉണ്ടാവുന്ന ഈ അണുപ്രസരണം കാരണമായിട്ട് ഒക്കെ റേഡിയേഷൻ ഉണ്ടാവുന്ന ഇടങ്ങളില് ഈ ഗർഭസ്ഥ ശിശുക്കളെ വരെ അത് നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന് ദ്രോഹം വരുത്തുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചില ഹാംസ് ഉണ്ടാകും. പക്ഷെ ഒരു രേതസ്കണം എന്നുള്ള നിലക്ക് അത് സൂക്ഷിക്കാൻ അതിന്റെ വളർച്ച പ്രാപിക്കുന്ന ഒരു ഘട്ടത്തില് അതിനേറ്റവും സുരക്ഷിതമായ, ഏറ്റവും ആവശ്യമായ ഒരു സജ്ജീകരണമാണ് മനുഷ്യ ശരീരത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ളത് എന്നത് കാണാൻ കഴിയും. അതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഈ സുരക്ഷിതം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നിശ്ചയത്തിൽപ്പെട്ട ഒരു ഡാമേജും അതിന് സംഭവിക്കില്ല എന്നുള്ള നിലക്കല്ല. അത് ക്യാരി ചെയ്യുന്ന ആള് തന്നെ അങ്ങ് മരിച്ചു പോകല്ലോ. അപകടത്തിൽ പെട്ടിട്ട് ഇപ്പോ ഗർഭസ്ഥ ശിശുവിനെ ചുമക്കുന്ന ആ അമ്മ ഏത് സ്ത്രീയുടെ ഗർഭത്തിലാണോ ആ രേതസ്കണം ഉള്ളത്, അത് ആ അമ്മ തന്നെ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് മരിച്ചു പോകാവുന്നതേ ഉള്ളൂ. അതോടുകൂടി ഇത് നശിച്ചു പോകും. അങ്ങനെ ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്. പക്ഷെ ഏറ്റവും സുരക്ഷിതമായി അതിന്റെ വളർച്ച പ്രാപിക്കുന്ന വിധത്തിൽ അതിനെ പ്ലേസ് ചെയ്യാവുന്ന ഏറ്റവും സുരക്ഷിതമായ ഒരു സംവിധാനമാണ് അള്ളാഹു മനുഷ്യന്റെ ഒരു ശിശുവിന് വളർച്ച നേടുന്നതിന് വേണ്ടിയായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. പിന്നീട് അതിന്റെ വിവിധ ഘട്ടങ്ങളെയാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനെ ആ രേതസ്കണത്തിനെ അള്ളാഹു അലക്കത്താക്കി മാറ്റി. യഥാർത്ഥത്തില്
ഒരു എംബ്രിയോ സ്റ്റേജിലേക്ക് എത്തുന്ന ആദ്യത്തെ ഫേസ് ആണത്. നുത്ഫത്ത് എന്നത് പുരുഷ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു കണികയാണ്. എന്നാൽ ഈ ഘട്ടത്തില് അലഖത്ത് എന്നത് സ്ത്രീയുടെ ശരീരത്തില് ഗർഭപാത്ര ഭിത്തിയില് ക്ലിങ് ഓൺ ചെയ്ത് നിൽക്കുന്ന ഒരു സബ്സ്റ്റൻസ്. അത് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്, ബീജസങ്കലനം നടന്ന അവസ്ഥയിലാണ് അത് ഗർഭപാത്ര ഭിത്തിയിൽ അങ്ങനെ തൂങ്ങിക്കിടക്കുന്നതായിട്ട് മാറുന്നത്. അലഖത്ത് എന്ന വാക്ക് പരമായ സൂചന അതാണ് ഒട്ടിച്ചു വെച്ചതോ അല്ലെങ്കിൽ പറ്റിപ്പിടിച്ചു നിൽക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള ഒരു കണിക. അങ്ങനെയുള്ള ഒരു കണികയാക്കി ഒട്ടിപ്പിടിച്ച് പറ്റിപ്പിടിച്ച് നിൽക്കുന്ന ഒരു കണികയാക്കി നാം അതിനെ, ആ നുത്ഫത്തിനെ പരിവർത്തിപ്പിച്ചു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. മനുഷ്യന്റെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണത്. ആ ഒരു ഫെർട്ടിലൈസേഷൻ പ്രോസസ്സിലേക്ക് പോകുന്നില്ലെങ്കിൽ നുത്ഫത്തൊന്നും ജീവനുള്ള മനുഷ്യനായി മാറാൻ പോകുന്നില്ല. നുത്ഫയായിട്ട് തന്നെ നശിച്ചു പോകും, മണ്ണിന്റെ ഭാഗമായി മാറും. എന്നാൽ ഈ അലക്കത്താകുന്നതോട് കൂടിയാണ് അത് ഗർഭപാത്ര ഭിത്തിയിൽ തങ്ങി പറ്റിപ്പിടിച്ച് നിൽക്കുന്ന ഒരു വസ്തുവായി മാറുന്നതോട് കൂടിയാണ് അത് ജീവൻ രൂപപ്പെട്ടു വരുന്ന ഒരു പ്രക്രിയയിലേക്ക് നീങ്ങുന്നത്. അങ്ങനെ നുത്ഫത്തിനെ അലക്കത്തായിട്ട് നാം പരിവർത്തിപ്പിച്ചു. ഫഖലഖ്നൽ അലഖത മുദ്ഗതൻ. അങ്ങനെ ഈ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന, ഈ തൂങ്ങിക്കിടക്കുന്ന ഈ സബ്സ്റ്റൻസിനെ നാം വളർച്ചയുള്ളതാക്കി. ഒരൊറ്റ കോശമായിരുന്നതിനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ഉള്ള കോശങ്ങളായിട്ട് അത് വളർന്ന് അത് ഒരു മാംസക്കട്ടയായിട്ട് മാറുകയാണ്, ഒരു മുളകത്തായിട്ട് മാറുകയാണ്. മുളകത്തായി മാറിയതിനെ തുടർന്നാണ് അടുത്ത ഘട്ടത്തിലാണ് അതിൽ എല്ലുകൾ ഫോം ചെയ്തു വരുന്നത്. അതാണ് അല്ലാഹു വീണ്ടും സൂചിപ്പിക്കുന്നത്, ഫഖലഖ്നൽ മുദ്ഗത ഇളാമ. ആ മാംസക്കട്ടയായിരുന്ന അതിനെ നാം എല്ലുകളായിട്ട് രൂപപ്പെടുത്തി. അതേ സാധനം തന്നെയാണ്, പുറത്തുനിന്നൊന്നും കൊണ്ടുവന്ന് വെച്ചതല്ല. നേരത്തെ ഉണ്ടായ മാംസക്കട്ടയായി ഫോം ചെയ്ത, എന്ന് പറഞ്ഞാൽ നേരത്തെ നുത്ഫത്ത് അലക്കത്തായി മാറിയതിനു ശേഷം ആ അലക്കത്ത് അതിവേഗത്തില് വളർന്ന് പെരുകി ഒരു മാംസപിണ്ഡമായി മാറി. അതിലാണ് എല്ല് ഫോം ചെയ്യുന്നത്, അസ്ഥികൾ ഫോം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഒരു ശരീരഘടന ഉണ്ടായി വരണമെങ്കിൽ സ്കള്ളും സ്കെലിറ്റനും ഫോം ചെയ്യണം. അപ്പോഴേ മനുഷ്യന്റെ ഏറ്റവും റൂഡിമെന്ററി ആയ ഒരു രൂപത്തില് അത് വളർച്ച പ്രാപിക്കുകയുള്ളൂ. ആ വിധത്തില് ആ മുളകത്ത് പരിവർത്തിതമായിട്ട് ഇളാമായിട്ട് മാറുകയാണ്. അപ്പൊ കസവിനിൽ ഇളാമലഹ്മ. തുടർന്ന് വീണ്ടും അത് വളർച്ച നേടുന്നു. ഗർഭപാത്രത്തിലുള്ള ഗർഭസ്ഥ ശിശു ആയി രൂപമെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ അസ്ഥികളെ പൊതിഞ്ഞുകൊണ്ട് മാംസം നിറയുകയാണ്. എന്ന് പറഞ്ഞാൽ കോശങ്ങൾക്ക് അതിവേഗത്തിലുള്ള വളർച്ച ഉണ്ടായിട്ട് അത് സ്വയം പിറവിയെടുക്കുന്ന ഒരു രൂപമായിട്ട് അങ്ങനെ രൂപപ്പെട്ടു വരികയാണ്, മനുഷ്യാകാരം കൊണ്ടുകൊണ്ടുള്ള ഒരു രൂപം. സുമ്മ അൻശഅ്നാഹു ഖൽഖൻ ആഖർ. പിന്നീട് നാം അവനെ തീർത്തും വ്യത്യസ്തമായ മറ്റൊന്നാക്കി മാറ്റുകയാണ്. എന്ന് പറഞ്ഞ തുടക്കത്തിൽ നുത്ഫത്തായിരുന്നത് ഇന്ന് ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ ഒരു ശിശുവായിട്ട് രൂപമെടുത്ത ആ ഘട്ടത്തില് ഇത് നേരത്തെ ഉണ്ടായിരുന്ന നുത്ഫത്തായിരുന്നു എന്ന് പോലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിൽ തീർത്തും വ്യത്യസ്തമായ ഒരു രൂപമായിട്ട് അത് മാറുന്നു. അതിന്റെ ശരീരഘടന വളർച്ച പ്രാപിക്കുന്നു. പല സിസ്റ്റംസും വർക്ക് ചെയ്തു തുടങ്ങുന്നു. കാഴ്ച നൽകപ്പെടുന്നു, കേൾവി നൽകപ്പെടുന്നു. ഗർഭസ്ഥാവസ്ഥയിൽ അവന്റെ കാഴ്ചയും കേൾവിയും ഒന്നും പ്രവർത്തനക്ഷമമാകുന്നില്ല. അവന്റെ ശ്വസിക്കുന്ന പ്രക്രിയ പോലും പ്രവർത്തനക്ഷമമാവുന്നില്ല ആ ഘട്ടത്തിൽ.
പക്ഷെ വളർച്ച നേടുന്നുണ്ട്. വളർച്ച നേടിയിട്ട് ആ അത് ഈ കോശങ്ങൾ പെരുകി വരുന്നതിനെയാണ് അള്ളാഹു കൂടെ സൂചിപ്പിക്കുന്നത്. ഫകസൗനൽ മലഹ്മ, ആ അസ്ഥികൂടത്തെ നാം മാംസം കൊണ്ട് പൊതിഞ്ഞു എന്നാണ്. കിസ്വ എന്ന് കേട്ടിട്ടുണ്ടാവും, കഅബ മൂടുന്ന ആ തുണി കണ്ടിട്ടുണ്ടല്ലോ, അതിനെയാണ് കിസ്വ എന്ന് പറയുന്നത്. ഈ കസൗന എന്ന് പറയുന്ന ഈ വാക്കുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ വേറെ രൂപമാണത്, കിസ്വത്ത് എന്ന പ്രയോഗം. അത് ആവരണം ചെയ്യാനുള്ള ഒരു വസ്ത്രത്തിനാണ് അത് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ അലക്കത്തിനെ മൂടി പൊതിഞ്ഞുകൊണ്ട് നാം മുളകത്തിനെ, നാം ലഹ്മ് കൊണ്ട്, മാംസം കൊണ്ട് അതിനെ മൂടി പൊതിയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ. ഈ ഖൽഖുൻ ആഖിർ ആകുന്നതോടുകൂടി പഴയ രാസസ്വഭാവങ്ങളൊന്നുമല്ല ഇവിടെ പ്രകടമാകുക. ജീവനുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് അത് മാറുന്നതോടുകൂടി ജീവനില്ലാതിരുന്ന മണ്ണിന്റെ കണികയായിരുന്ന ഈ സുലാലത്തും മിൻ തീൻ എന്ന് പറഞ്ഞതിന്റെ സ്വഭാവമല്ല പിന്നെ ഉള്ളത്. തീർത്തും വ്യത്യസ്തമായ, നേരത്തെ അചേതനമായ ഒരു വസ്തു ആയിരുന്ന മണ്ണിന്റെ സത്തയാണ്, അതായിരുന്നു അതിന്റെ ആദ്യ രൂപമെങ്കിൽ ഇപ്പോ ജീവനുള്ള, വളർച്ചയുള്ള, തുടിപ്പുള്ള, അതുപോലെ മറ്റു പല പ്രത്യേകതകളുള്ള ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയ ഒരു സംഗതിയായിട്ട് അത് രൂപമെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ അതിന്റെ രൂപം സുലാലത്തും മിൻ തീൻ എന്ന അവസ്ഥയും ഗർഭപാത്രത്തിൽ വളർച്ച നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ശിശുവായി മാറിയ ഒരു കുഞ്ഞിന്റെ അവസ്ഥയും കൂടി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും. അത് രണ്ടും ഒരുപോലെയുള്ള സംഗതിയല്ല, തീർത്തും വ്യത്യസ്തമായ ഒരു എൻറ്റിറ്റിയായി അത് മാറിയിട്ടുണ്ട് എന്ന കാര്യം. അതിൽ അവന്റെ വ്യക്തിത്വം അടങ്ങിയിട്ടുണ്ട്, സ്വത്വം അടങ്ങിയിട്ടുണ്ട്, ശരീരപരമായ പ്രത്യേകതകൾ അടങ്ങിയിട്ടുണ്ട്, അവന്റെ പൊട്ടൻഷ്യൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു അസ്തിത്വമായിട്ട് നേരത്തെ നമ്മൾ കണ്ടിരുന്ന മണ്ണോ മണ്ണിന്റെ സത്തയോ ഒന്നുമല്ല ഇപ്പോ. വളരെ വ്യത്യസ്തമായ, വളരെ യുനീക്കായ ഒരു സൃഷ്ടിപ്പായിട്ട് അവന് രൂപമെടുക്കുകയാണ്. പിന്നീട് നാം അവനെ മറ്റു തീർത്തും വ്യത്യസ്തമായ ഒരു എൻറ്റിറ്റി ആയിട്ട് നാം അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അവനെ ഇനീഷ്യേറ്റ് ചെയ്തു. അവന്റെ ജീവിത പ്രയാണത്തിന് നാം അതിന് ആവശ്യമായ തുടക്കമിട്ടു. മനുഷ്യന്റെ കഴിവുകൾ പ്രവർത്തിച്ചു തുടങ്ങുന്ന ഒരു ഘട്ടത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുവരെ മനുഷ്യൻ എന്നൊരു അസ്തിത്വമോ ഒരു മേൽവിലാസമോ കൊടുക്കാൻ പറ്റുമായിരുന്നില്ലാത്ത ഒരു രൂപത്തിലായിരുന്നെങ്കിൽ ഇപ്പോ അവന് സ്വന്തമായി ഒരു സ്വത്വമുണ്ട്, രൂപമുണ്ട്, ഘടനയുണ്ട്, സവിശേഷതകളും പ്രത്യേകതകളും ഒക്കെ ഉണ്ട്. അത് പഴയ അവസ്ഥയിൽ നിന്ന് തീർത്തും വിഭിന്നമാണ് എന്നതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ട് അള്ളാഹുവിനെ തന്നെ പ്രശംസിച്ചുകൊണ്ട് പറയുകയാണ്, ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഏറ്റവും ഉത്കൃഷ്ടനായ സൃഷ്ടാവായ അള്ളാഹു എത്ര അനുഗ്രഹീതനാണ് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അള്ളാഹു ആത്മപ്രശംസ നടത്തുകയാണ് എന്ന നിലക്ക് നമ്മൾ അതിനെ എന്തെങ്കിലും പോരായികയുള്ള ഒരു മോശമായ ഒരു സംഗതിയാണ് എന്ന് കാണേണ്ടതില്ല. അള്ളാഹു ജബ്ബാർ ആണെന്ന് ഒരിടത്ത് പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സ്വേച്ഛാധിപതിയാണ് അള്ളാഹു. ആർക്കും സ്വേച്ഛാധിപതിയാകാൻ യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്കും തന്നെ അർഹതയില്ല. അത് അള്ളാന്റെ മാത്രം അർഹതയാണ്. അതേപോലെ ആത്മപ്രശംസ നടത്താൻ ആർക്കെങ്കിലും അർഹതയുണ്ടെങ്കിൽ അത് അള്ളാഹുവിന് മാത്രമാണ്. കാരണം അവൻ ആരെയും ആശ്രയിച്ചുകൊണ്ടല്ല. ബാക്കി എല്ലാവരും തന്നെ അവരുടെ ഏത് നേട്ടത്തിന്റെ പേരിലും ആത്മപ്രശംസ നടത്തുന്നത് അധികമായ അല്ലെങ്കിൽ അല്പം ധിക്കാരപരമായ, അഹങ്കാരപരമായ സംഗതിയായി മാറും.
അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചെയ്തികൾക്ക്, അവന്റെ പ്രവർത്തനങ്ങൾക്ക് അവൻ ഒരാളെയും ആശ്രയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആത്മപ്രശംസ നടത്താൻ അർഹതയുള്ള ഒരേ ഒരുവൻ അള്ളാഹുവാണ് എന്നത് നമുക്ക് കാണാൻ കഴിയും. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അത്യുത്കൃഷ്ടനായ സ്രഷ്ടാവായ അള്ളാഹു എത്ര അനുഗ്രഹീതനാണ് എന്നാണ് ഇവിടെ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ഒരാൾക്കും സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് മനുഷ്യ സൃഷ്ടിപ്പിലൂടെ അതിന്റെ വിവിധ ഘട്ടങ്ങളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെ മുന്നിൽ അനാവൃതമാക്കി തരുന്നത്. സൃഷ്ടാവ് എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ മഹത്വം ഉൾക്കൊള്ളുവാൻ നമുക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ തബാറക്കല്ലാഹു, അള്ളാഹു ബറക്കത്തുടയവനായിരിക്കുന്നു എന്നാണ് പറയുന്നത്, അനുഗ്രഹീതനായിരിക്കുന്നു. അഹ്സനുൽ ഖാലിഖീൻ, ഖാലിഖുകളിൽ ഏറ്റവും ഉത്കൃഷ്ടനായവൻ. അപ്പൊ വേറെ ഖാലിഖുകൾ ഉണ്ടോന്നൊക്കെ നമ്മൾ ആലോചിച്ചു പോകാം. ചെറിയ വിധത്തിലുള്ള സൃഷ്ടിപരതയൊക്കെ അള്ളാഹു പലർക്കും നൽകിയിട്ടുണ്ട്. ജീവജാലങ്ങളിൽ ദൈവികമായി നൽകപ്പെട്ടിട്ടുള്ള സൃഷ്ടിപരത നിലനിൽക്കുന്നുണ്ട്. തേനീച്ചയുടെ കൂട് കണ്ടാല്, അതുപോലെ വേളാട്ടന്റെ വാസം നടത്തുന്ന ആ മൺകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പുറ്റു പോലെയുള്ള ഒരു സാധനം, അത് നിരീക്ഷിച്ചാല് കിഴുക്കാൻ തൂക്കമായിട്ട് കൂടുണ്ടാക്കുന്ന ചില പക്ഷികളെ നിരീക്ഷിച്ചാലൊക്കെ നമുക്ക് കാണാൻ കഴിയും സൃഷ്ടിപരത എന്നത്, സർഗാത്മകത എന്നത് അള്ളാഹു പലർക്കും നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് എന്നത്. ഏറ്റവും ഏറെ സർഗാത്മകത നൽകപ്പെട്ടിരിക്കുന്നത് മനുഷ്യനാണ്. മനുഷ്യന്റെ ഡിസൈനിങ്ങിനുള്ള കഴിവ്, മനുഷ്യന് ഓരോന്നിനെയും രൂപപ്പെടുത്താനുള്ള സിദ്ധി, മനസ്സിൽ അതിനെ സങ്കല്പിക്കാനും അതിന്റെ ആശയം മനസ്സിൽ രൂപപ്പെടുത്തിയെടുക്കാനും അവന്റെ കൈകളും ബുദ്ധിയും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിനെ നിർമ്മിക്കാനും ഒക്കെയുള്ള മനുഷ്യന്റെ കഴിവ് വേറെ സ്പീഷീസിനൊന്നും നൽകപ്പെട്ടിട്ടുള്ള വിധത്തിലുള്ളതല്ല. ഏറ്റവും നിസ്തുലമായ ഒരു കഴിവ് തന്നെയാണ് മനുഷ്യൻ നൽകിയിട്ടുള്ളത്. പക്ഷെ അത് നൽകപ്പെട്ടിട്ടുള്ള ഒരു കഴിവ് മാത്രമാണ്. അള്ളാഹു അത് തിരിച്ചു പിടിക്കാറുണ്ട് പലരുടെയും കാര്യത്തിൽ. എല്ലാവർക്കും എല്ലാ കാലത്തും സർഗാത്മകത ആഗ്രഹിക്കുന്ന വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കില്ല. ഒരു കുഞ്ഞു വളർന്നു വന്ന് അവന്റെ ഒരു മെച്യൂറിങ് പീരീഡിലേക്ക് എത്തിയതിനൊക്കെ ശേഷമാണ് അവന്റെ യഥാർത്ഥത്തിലുള്ള സർഗാത്മകത പ്രകടമാവുന്നത് വേണ്ട വിധത്തിൽ. അതിനൊരു സാച്ചുറേഷനും സംഭവിക്കും കുറച്ചു കഴിഞ്ഞാൽ. പലതിനും നമുക്ക് സാധിച്ചിരുന്നു നേരത്തെ, ഇപ്പൊ എനിക്ക് അതിനൊന്നും പറ്റുന്നില്ല എന്ന് മനുഷ്യൻ പറയുന്നത് നമുക്ക് പലപ്പോഴും കേൾക്കാൻ സാധിക്കും. പ്രായം കാരണമായിട്ട് അല്ലെങ്കിൽ ദൈവികമായ ചില ഇടപെടലുകൾ കാരണമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന പല സിദ്ധി വൈഭവങ്ങളും പിന്നീട് പ്രയോജനപ്പെടുത്താൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുന്ന ഒരു കാഴ്ചയൊക്കെ കാണാൻ കഴിയും. മനുഷ്യന്റെ സർഗാത്മകത എന്ന് പറയുന്നത്, മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്, മനുഷ്യന്റെ സൃഷ്ടിപരത എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഹിബയെ ആശ്രയിച്ചുകൊണ്ടുള്ളതാണ്. അള്ളാഹു നൽകുന്ന ഒരു സിദ്ധിയാണ്, അതിനെ ആശ്രയിച്ചുകൊണ്ട് മാത്രമുള്ളതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെത് അങ്ങനെയല്ല. മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ ദൈവികമായി നൽകപ്പെട്ട കഴിവുകൾ ഉപയോഗപ്പെടുത്തി വല്ലതും രൂപകൽപ്പന ചെയ്തുണ്ടാക്കിയാൽ അതിന്റെ പേരിൽ ആത്മപ്രശംസ നടത്തുകയോ അഹങ്കരിക്കുകയോ ചെയ്യാനൊന്നും വലിയ വകുപ്പൊന്നുമില്ല. അള്ളാഹു നൽകിയ സർഗാത്മകമായ സിദ്ധിയെ അയാൾ പ്രയോജനപ്പെടുത്തുന്നു എന്നേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് മനുഷ്യന് നിഗളിക്കാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും അതിലില്ല. അത് സ്വരവിസ്മയം സൃഷ്ടിക്കുന്ന പാട്ടുകാരനോ സംഗീതജ്ഞനോ ഒക്കെ പോലെ ഉള്ള അങ്ങനത്തെ സർഗവൈഭവമായാലും, നിർമ്മാണ കലയില് വലിയ പ്രാവീണ്യം കാണിക്കുന്ന മനുഷ്യനായാലും വ്യത്യസ്തമായ കഴിവുകളാണ് മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടുള്ളത്. ഇന്ന് സാഴിയക്കും ലശത്ത എന്നാണ്. വളരെ വ്യത്യസ്തമായ പ്രയത്നങ്ങൾക്കാണ് നിങ്ങൾ യോഗ്യരായിട്ടുള്ളത്. എല്ലാവരും ഒരേ കഴിവും ഒരേ പ്രയത്നവും ഒന്നും സാധിക്കുന്നവരല്ല.
വളരെ വ്യത്യസ്തമാണ് മനുഷ്യന്റെ കഴിവുകളൊക്കെ. പക്ഷെ ഇതൊക്കെയും തന്നെ അഹ്സനുൽ ഖാലിഖീനായ അള്ളാഹുവിനെ ആശ്രയിച്ചുകൊണ്ടുള്ളതാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് ആർക്കും ഒന്നും സൃഷ്ടിക്കാൻ സാധ്യമല്ല. അത് സാധിക്കുന്നത് അള്ളാഹുവിന് മാത്രമാണ്. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇപ്പോ ടെസ്റ്റ് ട്യൂബിൽ ഒരു ശിശുവിനെ ശിശുവിന് പിറവിയെടുക്കാന് സൗകര്യമുണ്ടാക്കി കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു പരീക്ഷണത്തിൽ ഏർപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ഞാനൊരു കുഞ്ഞിനെ സൃഷ്ടിച്ചു, ദൈവത്തിനെ വെല്ലുവിളിക്കുകയാണ് എന്നൊരു രീതിയിൽ അതിനെ വിളിച്ച് പോവാനൊന്നും യാതൊരു വകുപ്പുമില്ല യഥാർത്ഥത്തിൽ. അതിനുവേണ്ട സകല സംഗതികളും അവൻ ദൈവികമായി ലഭ്യമാക്കപ്പെട്ടതിനെ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല സജ്ജീകരണങ്ങളും ഡിവൈൻ ആയിട്ടുള്ള പല ബ്ലെസ്സിങ്സിനെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് മനുഷ്യനായി ചെയ്യാൻ പറ്റുന്നത്. പ്രകൃതിയിൽ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന യാതൊന്നും പ്രയോജനപ്പെടുത്താതെ ആരെങ്കിലും വല്ലതും നിർമ്മിക്കുകയാണെങ്കിൽ, ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോ ആലോചിക്കാം വല്ല സൃഷ്ടിവൈഭവവും അയാൾക്കുണ്ടോ എന്ന കാര്യം. പക്ഷെ അങ്ങനെ ഒന്നുമില്ല, ഒരിക്കലും സാധ്യമല്ല. ഉള്ള കാര്യങ്ങളെ നമ്മുടെ ചുറ്റുപാടുമുള്ള പലതിനെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള പല സംഗതികളിലും ഏർപ്പെടാനാണ് മനുഷ്യന് സാധിക്കുക. അള്ളാഹുവിന്റെ സൃഷ്ടിപരത എന്ന് പറയുന്നത് അതിനൊക്കെ വളരെ അതീതമായതാണ്. തബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇത് പറഞ്ഞതിന് ശേഷം അള്ളാഹു മനുഷ്യന്റെ രണ്ട് ഘട്ടം കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. മനുഷ്യന് ഈ ഒരു അസ്തിത്വം ഉണ്ടായി, ഒരു സ്വത്വം ഉണ്ടായി, ഒരു ഉണ്മയുണ്ടായി വന്നതിന് ശേഷം പിന്നെ ബാക്കി കാര്യങ്ങൾ ഇവിടെ പരാമർശിക്കുന്നില്ല. അവന്റെ മനുഷ്യനായി രൂപമെടുത്തതിന് ശേഷമുള്ളത് നമുക്ക് അറിയാം. ഖുർആനിൽ ചിലയിടത്ത് അത് വിവരിക്കുന്നുമുണ്ട്. അവന്റെ ശൈശവവും വളർച്ച പ്രാപിക്കുന്ന ഘട്ടവും അവന് പ്രായമെത്തുന്ന അവസ്ഥയൊക്കെ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അത് ഇവിടെ പരാമർശിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതിനുശേഷം പറയുന്നത് തുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ. പിന്നീട് ഇതിനൊക്കെ ശേഷവും നിങ്ങൾ മരിച്ചു പോകുന്നവരായി മാറും. നിങ്ങൾ മയ്യിത്തായിട്ട് നിങ്ങൾ മരിക്കുന്നവരായി മാറും. തുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. പിന്നീട് ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള് വരാനുണ്ട്. അന്ന് നിങ്ങളൊക്കെയും തന്നെ പുനർജീവിപ്പിക്കപ്പെടുകയും ചെയ്യും എന്നാണ് അള്ളാഹു ഇവിടെ പറഞ്ഞു വെക്കുന്നത്. മനുഷ്യന്റെ ആദ്യന്തം ചരിത്രം, അതിന്റെ ഏറ്റവും പ്രാഥമിക ഘട്ടം മുതൽ ഏറ്റവും അവസാനം സംഭവിക്കുന്ന കാര്യങ്ങൾ വരെ ആറ്റിക്കുറുക്കി അള്ളാഹുവിടെ ബോധ്യപ്പെടുത്തുകയാണ് മനുഷ്യൻ. ഇത് പറഞ്ഞു തരാൻ അള്ളാഹു മാത്രമേ ഉള്ളൂ, മറ്റാർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. ഏതെങ്കിലും സ്രോതസ്സുകളിൽ, ദൈവേതരമായ ഏതെങ്കിലും സ്രോതസ്സുകളിൽ ഈ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ദൈവികമായ സ്രോതസ്സുകളിൽ നിന്ന് മനുഷ്യൻ ആർജിച്ച അറിവ് വെച്ചുകൊണ്ട് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ മനുഷ്യൻ ഈ കാര്യം, ഈ പ്രകൃതിയിലെ പല സൂചനകളെയും വായിച്ചെടുത്തുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ അർത്ഥസൂചനകളെ അവന് മനസ്സിൽ വിഭാവനം ചെയ്യാനൊക്കെ സാധിക്കും. അതിനുവേണ്ടിയാണ് അള്ളാഹു ഇതൊക്കെയും ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുകൂടി അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ സെഷൻ ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു ചോദ്യം ഉണ്ടായിരുന്നത് ഞാൻ വളരെ സംക്ഷിപ്തമായിട്ടൊരു പ്രതികരണം നൽകാമെന്ന് വിചാരിക്കുകയാണ്. സമയം ഇപ്പം വൈകിയിട്ടുണ്ട്. ഇപ്പോൾ വയനാട് ദുരന്തത്തിലെ ഇപ്പോൾ ബാക്കിയായവരുടെ മീഡിയകളിൽ വരുന്ന അഭിമുഖങ്ങളും നേർചിത്രങ്ങളും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. വീട് നഷ്ടപ്പെട്ടവരും എല്ലാം നഷ്ടപ്പെട്ടവരും ഒക്കെ ആയ മുസ്ലിമായ ഒരാള് എന്തിനാണ് ദൈവം ഞങ്ങളോട് ഈ ക്രൂരത കാണിക്കുന്നത് എന്ന ചോദ്യം ഉന്നയിക്കുന്നത് നാം കാണുന്നു. എങ്ങനെയാണ് ഇതിനെ ഖുർആന്റെ വീക്ഷണത്തിൽ നോക്കിക്കാണേണ്ടത് എന്നതാണ് ചോദ്യം. അപ്പോ തീർച്ചയായിട്ടും വല്ലാതെ ഞെട്ടലുളവാക്കുന്ന, നമ്മളെയൊക്കെ വല്ലാതെ കരളലിയിപ്പിച്ച ഒരു സംഭവമാണ് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലും അതുപോലെ 2 ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കപ്പെട്ട സംഭവങ്ങളും ഒക്കെ തന്നെ. അതില്
ആ പ്രകൃതി ക്ഷോഭത്തിൽ പെടാതെ സർവൈവ് ചെയ്ത അതിജീവിച്ച ഒരാളാണ് ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിച്ചതായിട്ട് ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയിൽ ചില ക്ലിപ്പുകൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്രായമുള്ള ഒരാള് എന്തിന്റെ പേരിലാണ് ദൈവം ഞങ്ങളോട് ഈ ക്രൂരത കാണിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു കാര്യം. നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണെന്ന്. യഥാർത്ഥത്തില് കാര്യങ്ങളെ കുറിച്ച് വേണ്ട ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടായിരിക്കണം അദ്ദേഹം അങ്ങനെ ചോദിച്ചു പോയിട്ടുണ്ടാവുക. എന്തായാലും ആളുകള് ആ ദുരന്ത മുഖത്തിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ മനസ്സിൽ രൂപപ്പെട്ടു വരിക സ്വാഭാവികമാണ്. സത്യവിശ്വാസികളുടെ കാര്യത്തില് അള്ളാഹു പറയുന്നത് അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്. അവരെ ഒരു വിപത്ത് പിടികൂടുകയാണെങ്കിൽ അവര് അള്ളാഹുവിന് സ്വയം സമർപ്പിക്കുന്നവരായിട്ട് സംസാരിക്കും. അവര് പറയുക ഇന്നാ ലില്ലാഹി, തീർച്ചയായിട്ടും ഞങ്ങൾ അള്ളാഹുവിൻ്റെതാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അവന്റെ അടുക്കലേക്ക് തിരിച്ചയക്കപ്പെടാനുള്ളവരുമാണ് എന്നാണ് അവര് പറയാം. അതൊരു ഏറ്റുപറയലാണ്, ദൈവികമായ ഒരു അധ്യാപനത്തെ ഉൾക്കൊള്ളലാണ്. മനുഷ്യൻ അള്ളാഹു ഒരു അജല് വെച്ചിട്ടുണ്ട്. എല്ലാറ്റിനും അജല് വെച്ച പോലെ മനുഷ്യന്റെ കാര്യത്തിലും ഒരു അജല് വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ഗ്രാമങ്ങളിലെ ആളുകളുടെ കാര്യത്തില് അള്ളാഹു നിശ്ചയിച്ച അജലെത്തി എന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് എന്നത് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഓരോരുത്തർക്കും അള്ളാഹു നിശ്ചയിച്ച അജലെത്തുമ്പോൾ അവർ ഭൂമുഖത്തോട് വിട പറഞ്ഞു പോവേണ്ടി വരും. ഇവരുടെ കാര്യത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു രീതിയാണ് എന്നത് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രകൃതിക്ഷോഭവും ഇങ്ങനെ വൻ നാശമൊക്കെ ഉണ്ടായ ഘട്ടത്തില് അത് അള്ളാഹുവിന്റെ ഒരു നടപടി എന്നുള്ള നിലക്ക് അതിനെ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും സഹനം അവലംബിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തില് സത്യവിശ്വാസം ഉൾക്കൊള്ളുന്ന ഒരാള് ചെയ്യേണ്ട ഒരു കാര്യം. അതേസമയത്ത് അതിജീവിച്ച ആളുകളുടെ മനസ്സിൽ ഇത്തരം ചോദ്യങ്ങൾ രൂപപ്പെട്ടു വരാം. അത് അവരുടെ തന്നെ ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്ന ചില ചിന്തകൾ പ്രവർത്തിക്കുന്നതുകൊണ്ടാവണം. അള്ളാഹുവിന്റെ ഈ ഒരു നടപടിക്ക് പിന്നിൽ വല്ല ദൈവിക ശിക്ഷയുടെയും അല്ലെങ്കിൽ ദൈവികമായ കടുത്ത പരീക്ഷണത്തിന് ഒരു സമൂഹത്തെ വിധേയമാക്കുന്നതിന്റെയുമായ വല്ല കാര്യവും അടങ്ങിയിട്ടുണ്ടോ എന്നത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇനിയൊരു സമാവിയായിട്ടുള്ള വെളിപ്പാട് വരാനില്ലാത്തത് കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് എന്തിന്റെ പേരിലാണ് അതുണ്ടായത്, അള്ളാഹു അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് എന്നതൊന്നും വെളിപ്പെടുത്തി തരാൻ ദൈവികമായ സംവിധാനങ്ങളൊന്നുമില്ല. വിശുദ്ധ ഖുർആനില് നൽകപ്പെടുന്ന പല സൂചനകളെയും വെച്ചുകൊണ്ടാണ് നമുക്കതിനെ വിലയിരുത്താൻ സാധിക്കുക. നമ്മൾ ആരെയും അധിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ആരെയെങ്കിലും വിമർശിക്കുകയോ ഒന്നും ചെയ്യല്ല. പക്ഷെ ചില പാഠങ്ങള് നമുക്കതിലൊക്കെ ഉൾക്കൊള്ളാൻ വേണ്ടി ഉണ്ടാകും. അത് പരിശോധിച്ച് മനസ്സിലാക്കുക എന്നതാണ് സാധ്യമായത്. പല വീക്ഷണങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട്. പാരിസ്ഥിതികമായ ദൗർബല്യമുള്ള, പരിസ്ഥിതി ദുർബലമായ ഇടങ്ങള്, അവിടെ തത്വദീക്ഷയില്ലാത്ത പല ഇടപെടലുകളും മനുഷ്യൻ നടത്തുന്നതിന്റെ അനന്തരഫലമാണിത് എന്ന് പറയുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും അത് ഒരു കഴമ്പില്ലാത്ത ഒരു നിരീക്ഷണമാണെന്നൊന്നും പറയാൻ കഴിയില്ല. ഒരു തെങ്ങ് നമ്മൾ പകുതി മുറിച്ചങ്ങനെ വെച്ചിരുന്നാൽ പിന്നീട് ഒരിക്കൽ കാറ്റടിക്കുമ്പോ അത് മുറിഞ്ഞ് തലക്ക് മീതെ വീഴും എന്നത് പ്രത്യേകിച്ച് വലിയ ബുദ്ധിയും യുക്തിയൊന്നും ആവശ്യമില്ല അക്കാര്യം മനസ്സിലാക്കാൻ. നമ്മള് വീട് നിർമ്മിക്കുന്നത് കടൽ തീരത്ത് തിരമാലകൾ ആർത്തിരമ്പി അടിക്കുന്ന ഒരിടത്താണെങ്കിൽ കാലാവസ്ഥയുടെ ആ സൈക്കിളില് ചില ഘട്ടങ്ങളിൽ കടൽ ക്ഷോഭം ഉണ്ടാവുകയും
നമ്മൾ വീടുണ്ടാക്കിയ ആ സ്ഥലമൊക്കെ തിരമാലകൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും എന്നത് നമുക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു കാര്യമാണ്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ പ്രകൃതിയുടെ സ്വഭാവവും പ്രകൃതിയുടെ ചില അതിന്റെ ഒരു സൈക്കിൾ പ്രവർത്തനക്ഷമമാകുമ്പോൾ ഇത്തരം സംഗതികളൊക്കെ ഉണ്ടാവാൻ ഇടയുണ്ട് എന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും വായിച്ച് അല്ലെങ്കിൽ നിരീക്ഷിച്ച് മനസ്സിലാക്കാനൊക്കെ മനുഷ്യന് സാധിക്കേണ്ടതുണ്ട്. എല്ലായിടങ്ങളും മനുഷ്യന് വാസസ്ഥലങ്ങളാക്കി പ്രയോജനപ്പെടുത്താൻ പറ്റിയതായിക്കൊള്ളണമെന്നില്ല. പല ഫാക്ടേഴ്സും പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ താമസിക്കാൻ ഇടം കണ്ടെത്താറുള്ളത്. ജലസ്രോതസ്സുകൾ നമ്മൾ പരിഗണിക്കാറുണ്ട്, അത് ആവശ്യമാണ്. ജലം ലഭ്യമല്ലാത്ത ഇടങ്ങളിൽ നമ്മൾ വീടുണ്ടാക്കി താമസിക്കാറില്ല, അല്ലെങ്കിൽ ജലം എത്തിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടേ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മരുഭൂമിയിൽ ജലം ലഭ്യമല്ലാത്ത ഇടങ്ങളിൽ വരെ ഇപ്പോ അങ്ങനെ വാസം നടത്തുന്നുണ്ടല്ലോ മനുഷ്യർ. അപ്പോ ഈ വിധത്തില് പ്രപഞ്ചത്തിന് അള്ളാഹു വെച്ചിട്ടുള്ള സംവിധാനങ്ങളെ നിരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ട് കരുതലോടുകൂടി തഖ്വയോടുകൂടിയാണ് ഈ പാരിസ്ഥിതിക സംവിധാനങ്ങളിൽ മനുഷ്യന് ഇടപെടാൻ പാടുള്ളത്. മനുഷ്യന് മാത്രമേ അത് കഴിയുള്ളൂ. ഈ ഇടപെടലുകൾ വലിയ തോതിൽ പ്രകൃതിയുടെ സംവിധാനങ്ങളിൽ ഇടപെടുന്നത് മനുഷ്യൻ മാത്രമാണ്. ആ മനുഷ്യന് തീർച്ചയായിട്ടും ഒരു മാർഗദർശനമായിട്ട് ഒരു അവന്റെ കയ്യിൽ വല്ലതൊക്കെ ആവശ്യമുണ്ട്. അതില്ലെങ്കിൽ പ്രകൃതിയെ അപരിമേയമായ വിധത്തില് ചൂഷണം ചെയ്തുകൊണ്ട് ആർത്തി കാണിച്ചുകൊണ്ട് എല്ലാം വിറ്റ് കാശാക്കാൻ അല്ലെങ്കിൽ എല്ലാം വെട്ടിപ്പിടിച്ച് തന്റെ ആഗ്രഹ സാഫല്യത്തിനായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഒരു മുൻപിൻ വിചാരമില്ലാത്ത വിധത്തിൽ മനുഷ്യന് ഇടപെട്ടുകൊണ്ടിരിക്കും. പ്രകൃതിയെ വലിയ വിധത്തിൽ ദ്രോഹമുണ്ടാക്കുന്നുണ്ട് എന്ന കാര്യം പരിഗണിക്കാതെ തന്റെ ഒരു ആയുഷ്കാലം അതുകൊണ്ടൊന്നും കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെയുള്ള അബദ്ധധാരണകൾ വെച്ചുകൊണ്ട് വലിയ പരിക്ക് പ്രകൃതിക്ക് ഏൽപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മനുഷ്യൻ ചെയ്യും. മനുഷ്യന്റെ സ്വാഭാവികമായ കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രപഞ്ചത്തെയും പ്രകൃതിയെയും ഒക്കെ പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇടപെടലുകൾ നടത്തേണ്ടത്. കാരണം ഇതിലൊക്കെ ഒരു സന്തുലിതത്വം അള്ളാഹു വെച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് വളഅൽ മീസാൻ എന്ന് കാണാം. ഒരു ബാലൻസ്, ഒരു സന്തുലിതത്വം പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളിലും അള്ളാഹു വെച്ചിട്ടുണ്ട്. ആ സന്തുലിതത്വത്തെ തകർക്കുന്ന ഇടപെടലുകൾ മനുഷ്യന്റെ കയ്യിൽ നിന്നുണ്ടാകുമ്പോൾ, മനുഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ സംവിധാനത്തിൽ തന്നെ തിരിച്ചടി ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന അള്ളാന്റെ സംവിധാനത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ളതാണ്. ദഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത്ത് ഐദിൻ നാസ് എന്ന് കാണാം വിശുദ്ധ ഖുർആനിൽ. മനുഷ്യകരങ്ങള് പ്രവർത്തിച്ചത് കാരണമായിട്ട് കരയിലും കടലിലും വലിയ ഫസാദ്, വലിയ കുഴപ്പം പ്രകടമായിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. നമുക്ക് പല യുദ്ധങ്ങളുടെ ഘട്ടങ്ങളിലും അത് കടലിൽ സംഭവിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. കോടിക്കണക്കിന് ലിറ്റർ പെട്രോൾ കടലിൽ ഒഴുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പലപ്പോഴും ഉണ്ടായതാണ്. കടലിലെ ജീവജാലങ്ങളെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള പല സംഗതികളും മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കാരണമായിട്ടുണ്ടായിട്ടുണ്ട്. കരയിലും മനുഷ്യൻ വിനാശം വിതച്ചിട്ടുണ്ട്. അണുബോംബ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭൂപ്രദേശത്തെ തന്നെ നശിപ്പിച്ച് നാമാവശേഷമാക്കിയ സംഭവങ്ങളൊക്കെ മനുഷ്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. ഈ പാരിസ്ഥിതിക ദുർബല പ്രദേശങ്ങൾ എന്ന് പറയുന്ന ഇടങ്ങള് ശാസ്ത്രജ്ഞന്മാരുടെ നിരീക്ഷണങ്ങള് ശരിയാണോ എന്നതൊന്നും എനിക്കറിയില്ല. അത് നമ്മൾ പരിശോധിച്ച് പഠിക്കേണ്ടതും പലപ്പോഴും അമിതമായ ഉത്കണ്ഠകളോടുകൂടിയുള്ള സമീപനം കാരണമായിട്ട് പറയുന്നതും ഒക്കെ ആകാം. അതിൽ അങ്ങനെയും എലമെന്റ്സ് ഉണ്ടാവാം. അതൊക്കെ കാലം കൊണ്ടും മനസ്സിലാക്കാനും
ടെസ്റ്റ് ചെയ്യപ്പെട്ട് അറിയാനൊക്കെ സാധിക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ സംഗതികളാണ് നമുക്ക് അത്തരം പ്രദേശങ്ങളിൽ സാധ്യമാവുക, പാടുള്ളത് എന്തൊക്കെയാണ്, എന്തൊക്കെ പാടില്ല എന്നൊക്കെ നമ്മളുടെ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെയും പഠനത്തിലൂടെയും ഒക്കെ തന്നെയാണ് കണ്ടെത്തേണ്ടത്. അതിന് വേറെ സംവിധാനം ഒന്നും നമുക്ക് പ്രപഞ്ചത്തിൽ ലഭ്യമല്ല. ഇടപെടലുകൾ എത്രത്തോളം ആവാം, എത്രത്തോളം പറ്റില്ല എന്നൊക്കെ. ഇപ്പൊ കർഷകര് ഒരു ടെലിവിഷൻ ചാനലിൽ വിളിച്ച് ശോഭിക്കുന്ന ഒരു വീഡിയോ കാണാനും കേൾക്കാനും ഒക്കെ ഇടയായിട്ടുണ്ട്. അയാൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഞങ്ങള് 10 ഏക്കറിൽ അവിടെ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രകൃതിക്ഷോഭം ഉണ്ടായിട്ടുള്ളത് എന്ന വിധത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഈ പശ്ചിമഘട്ടത്തിന്റെ ഉച്ചിയിലാണ് കേരളത്തിലെ എല്ലാ അണക്കെട്ടുകളും നിങ്ങൾ കയറ്റി വെച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ പാരിസ്ഥിതികമായ ദുരന്തമുണ്ടാക്കാൻ കാരണമാകുന്ന അണക്കെട്ടുകളൊക്കെ തലയിലേറ്റി വെച്ചിട്ട് ചില ചെറിയ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ കൃഷി ആവശ്യത്തിന് വേണ്ടി മണ്ണ് ഇളക്കി മറിക്കുന്നതോ ഒക്കെയാണ് ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണം എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് ആത്മാർത്ഥതയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ആ കർഷകൻ ചോദിക്കുന്നത്. ആ കർഷകൻ ഉന്നയിക്കുന്ന വിഷയത്തെ നമുക്ക് അവഗണിക്കാനൊന്നും പറ്റില്ല. പലതിലും പല രാഷ്ട്രീയവും അതുപോലെ സാമ്പത്തികവുമായ താല്പര്യങ്ങൾ തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പൊ ഇതില് ഏറ്റവും സന്തുലിതമായ, ഏറ്റവും സത്യസന്ധമായ ഒരു പഠന ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ അതില് നിഗമനത്തിലേക്ക് എത്തേണ്ടി വരിക. പക്ഷെ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് അള്ളാഹു അറിയാതെയാണോ? അങ്ങനെയൊന്നുമല്ല. തീർച്ചയായിട്ടും അത്തരം ദുരന്തങ്ങളൊക്കെ തന്നെ അള്ളാഹുവിന്റെ അറിവോടും അള്ളാഹുവിന്റെ തീരുമാനത്തോടും കൂടി തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ ഇരയാക്കപ്പെടുന്നവരോ ഒരുപക്ഷെ അവരുടെ കാര്യത്തിൽ അത് അവരുടെ അജലെത്തിയ ഒരു നടപടിയായിരിക്കാം. അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ പലയിടത്തും സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള ദൈവിക നടപടികളായിട്ടുള്ള ശിക്ഷകളാവാം. അതുമല്ലെങ്കിൽ പാരിസ്ഥിതികമായ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഇരയാക്കപ്പെടുന്ന പല യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത കോടിക്കണക്കിന് മനുഷ്യര് അതില് മരിച്ചു വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സ് ആവാം. പക്ഷെ കാറ്റഗോറിക്കൽ ആയിട്ട് നമുക്കിത് ഇന്നത് കൊണ്ടാണ് എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. തീർച്ചയായിട്ടും ഒരു പുനർവിചിന്തനം എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തേണ്ടി വരും. ഇനി മറ്റൊരു കാര്യം ഇതിൽ തെളിയിക്കപ്പെടുന്നത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്, അള്ളാഹു ഭൂമിയെ അത് ആടി ഉലഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി പർവ്വതങ്ങളെ ആണികളായിട്ട് സ്ഥാപിച്ചിരിക്കുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ജിബാലിനെ ഔത്താദായിട്ട്, ആണികളായിട്ട്, നിങ്ങളെയും കൊണ്ട് അത് ഉലഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി എന്ന് പറയുന്നത് കൃത്യമായൊരു സൂചനയാണ്. അങ്ങനെ ഒരു പ്രതിഭാസം പ്രവർത്തനക്ഷമമാണ് എന്നത് അത് ഒരല്പമെങ്കിലും പ്രവർത്തനരഹിതമായി കാണുമ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുക. മനുഷ്യന്റെ വിശിഷ്ടമായ ദൈവികമായി നൽകപ്പെട്ട കഴിവുകളാണ് കാഴ്ചയും കേൾവിയും ഒക്കെ തന്നെ. അതിന്റെ മഹത്വം അങ്ങനെ ദൈവികമായ നിശ്ചയത്തിന്റെ ഭാഗമായിട്ട് കാഴ്ചയുള്ളവരും കേൾവിയുള്ളവരുമായിട്ടാണ് നമ്മൾ ബോധമുണ്ടാകുന്നത്. കാഴ്ചയില്ലാത്തവരെയും കേൾവിയില്ലാത്തവരെയും കാണാനും അറിയാനും ഒക്കെ സാധിക്കുമ്പോഴാണ്. അതിനുവേണ്ടിയൊക്കെ തന്നെ ആയിരിക്കണം അള്ളാഹു മനുഷ്യരുടെ കൂട്ടത്തിൽ ചിലർക്ക് കാഴ്ചയില്ലാതെയും കേൾവിയില്ലാതെയും ഒക്കെ ആയിട്ട് അള്ളാഹു അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യനെ തിരിച്ചറിയാൻ വേണ്ടി കൂടിയായിരിക്കണം അള്ളാഹു ആയാലും. എന്തായാലും അത് നമുക്ക് വളരെ കൃത്യമായ ചില ബോധ്യങ്ങൾ നൽകുന്നുണ്ട്. ഇതേപോലെ പ്രപഞ്ചത്തിന്റെ, പ്രകൃതിയുടെ, ഭൂമിയുടെ സന്തുലിതത്വത്തിന് വേണ്ടി അള്ളാഹു ചെയ്തു വെച്ച ചില സംവിധാനങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ആ സന്തുലിതത്വം അള്ളാഹു ആ രീതിയിൽ സംവിധാനിച്ചത് കൊണ്ടാണ് പ്രവർത്തനക്ഷമമായത് എന്നത്
മനസ്സിലാക്കാൻ നമുക്കൊരു അവസരം ലഭിക്കുന്നത് ആ ഒരു സംവിധാനം, ഉദാഹരണത്തിന് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം, ഒരല്പം എന്തെങ്കിലും ഒരു ബലക്ഷയമുണ്ടായാൽ, അല്ലെങ്കിൽ പർവ്വതങ്ങള് ഈ ഭൂമിയുടെ ഘടനയെ സന്തുലിതമായി നിലനിർത്തുന്നതിന്, കാറ്റിന്റെ ദിശയൊക്കെ നിർണയിക്കുന്ന വിധത്തില്, മഴയുടെ ക്വാണ്ടിറ്റി നിർണയിക്കുന്ന വിധത്തിലൊക്കെ പർവ്വതങ്ങള് പല റോളും പ്ലേ ചെയ്യുന്നുണ്ട്. നമുക്കതില് ചെറിയൊരു വിഘ്നം സംഭവിക്കുന്നത് കാണുമ്പോഴാണ് എത്ര മഹത്തരമായ സംവിധാനവും ആസൂത്രണവുമാണ് അത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതൊക്കെയും അടങ്ങിയിട്ടുള്ളതാണ്. എന്തായാലും ഇത്തരം ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോ തീർച്ചയായിട്ടും മറ്റൊരു സാധ്യത കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അന്ത്യനാളിനെ കുറിച്ച് ഖുർആൻ നൽകുന്ന സൂചനകളിലും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവരണങ്ങളിലും ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ അടിക്കടി ഉണ്ടാകുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളെ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മവിചാരണ നിർവഹിക്കുന്നവരായിക്കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ വിനയാന്വിതരായി മാറുന്ന ഒരു നിലപാടാണ് മനുഷ്യൻ സ്വീകരിക്കേണ്ടത്. അജലെത്തിയിട്ട് കടന്നുപോയ ആളുകളാകാം, അതുപോലെ അവശേഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കടുത്ത ഒരു പരീക്ഷണമാവാം. ഇതുകൊണ്ടൊന്നും തന്നെ നമ്മുടെ നിലപാടുകളിൽ നമ്മൾ ദൈവവിരുദ്ധമായ, അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്നതോ അല്ലെങ്കിൽ അള്ളാഹുവിനോട് അതൃപ്തി കാണിക്കുന്നതോ ആയ ഒരു നിലപാടല്ല നമുക്ക് സ്വീകരിക്കാൻ പാടുള്ളത്. മറിച്ച് അള്ളാഹുവിൽ സമർപ്പിക്കുന്ന, അള്ളാഹുവിലെല്ലാം അർപ്പിക്കുന്ന ഒരു മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ അതിനെ കാണേണ്ടത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത് വലിയൊരു വിനയത്തിന്റെയും അള്ളാഹുവിന്റെ മുന്നിൽ എളിമ കാണിക്കുന്നതിന്റെയുമായ ഒരു ഏറ്റുപറച്ചിലാണ്. ആ ഒരു നിലപാടാണ് നമുക്കതിൽ സ്വീകരിക്കേണ്ടതായിട്ടുള്ളത്. അതേസമയത്ത് ചില ഞെട്ടലുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ആളുകളുടെ പ്രതികരണമായിട്ടൊക്കെ വന്നു എന്ന് വരാം. അത്തരം പ്രതികരണങ്ങൾക്ക് അവരുടെ മനസ്സിൽ തന്നെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും കാരണമാവുന്നും ഉണ്ടാകാം. അള്ളാഹു ആലം. എന്തായാലും ഇത്തരം പ്രകൃതി വിപത്തുക്കളിൽ നിന്നും അതിഭീകരമായ അവസ്ഥകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.